വേദിയിലിരിക്കുന്ന ഉലാമാക്കളെ, പണ്ഡിതന്മാരെ, എന്റെ സഹപ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ അരീക്കോട് വെച്ച് ഈ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഉള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തിരുന്നു. അന്ന് ബഹുമാനായ റഹ്മാൻ വൈസിനോട് പറഞ്ഞു, നിങ്ങൾ വിളിച്ചാലും വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ ആലപ്പുഴ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആലപ്പുഴ വന്നത്. കാസർഗോഡ് മുതൽ മലബാറിൽ സമസ്തയുടെ പ്രവർത്തനങ്ങൾ വളരെ വിജയകരമായി നടന്ന് ഇനി അത് തെക്കൻ തിരുവിതാംകൂറിലേക്ക് അത് കൊണ്ടുവരാനും അതിന്റെ പ്രചരണത്തിന് ഒരു നല്ലൊരു തുടക്കം കുറിക്കാനും തീരുമാനിച്ച അതിന്റെ എല്ലാ പണ്ഡിതന്മാരെയും ഉലമാക്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പിന്നെ ഇന്നെങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾക്ക് തോന്നും മറ്റതല്ലേന്നല്ലേ. പക്ഷെ എന്റെ വാപ്പ മറ്റേ കൊണ്ടോട്ടിയിലെ സ്ഥാനാർത്ഥിയാണ് കാലത്ത്. അന്ന് കണ്യത്ത് ഉസ്താദിന്റെ അന്ന് നോമിനേഷൻ കൊടുക്കാൻ 250 രൂപ അവിടെ പോയി പ്രാർത്ഥിച്ച് അവിടെയൊക്കെ കഴിഞ്ഞ് പാണക്കാടൊക്കെ പോയിട്ട് വന്നിട്ടാ പോല്. മാനൂസിലിയാർ 991 ജീവിപ്പായപ്പം അവിടെ പുതിയ വീടിൽ താമസം മാറ്റും അത് പിറ്റേന്നാ വന്നത്. അപ്പൊ ബാപ്പ നിങ്ങൾ ഇന്നലെ വന്നു കിടക്കി നമുക്കൊരു മങ്കൂസ് മൗലൂദ് നടത്താൻ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഏറ്റവും ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോഴും ആപ്പാന്റെ കൂടെ നിന്നത് സമസ്തയുടെ ആളുകളാണ് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ എന്തും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സമുദായത്തിനും ഒക്കെ താങ്ങും തണലുമായി നിന്നത് സമസ്തയാണെന്നുള്ള ബോധം ഞങ്ങൾക്കൊക്കെ നന്നായി ഉണ്ട്. അത് എന്നും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തിനും എന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.